തിരനുറയും ചുരുൾമുടിയിൽ ഹലോ നമസ്കാരം, രേണുസുതിയാണ്. ഇതാര്? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. മനസ്സിലായി രേണുസുതിയാണ്. പറട്ടെ. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനെ എന്ത് വീഡിയോ? ഞാൻ കുറച്ചു നേരത്തെ കാണിച്ച വീഡിയോ ആണ് ലീക്കായത്. നീ സാധാരണക്കാരനല്ല, പെനക്ക് മറഡോണയിലുണ്ടായ റൊണാൾഡോയാടാ. ഇവനൊക്കെ സബിനകത്ത് കേറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സബിന്റെ അകത്ത് ആസ്വദിച്ച എലി ചത്ത കിടക്കണ വീഡിയോ കൊണ്ട് ഇട്ടിട്ട് സബിന്റെ അകത്ത് ആസ്വദിച്ചു. അങ്ങനെയൊന്നുമില്ല, ടൈം പാസ്. വേറെ ആരോടും പറയണ്ട, കാരണം ഇന്നത്തെ എന്റെ നിലയ്ക്കും വിലയ്ക്കും അത് മോശമാണ്. ആസ്വദിക്കാൻ പറ്റിയ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെങ്കിലും ആസ്വദിച്ചു പോലും. ഇതിനേക്കാളും നല്ലത് പൈസ കൊടുക്കാൻ നമ്മൾ സൈക്കിൾപ്പെട്ട് ബ്രാസിൽ പോയി കാണും. അതെ, അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ. അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരും തെറ്റിദ്ധരിക്കരുത്. സബിന്റെ അകത്ത് നമ്മൾ ലൈവ് വന്നാണ് നമ്മൾ അപരാധം കാണിച്ചിട്ടുള്ളത്. ആർക്കും പേഴ്സണലി നമ്മൾ അയച്ചു കൊടുത്ത് അപരാധം കാണിച്ചിട്ടില്ല. ഇവിടെ പേഴ്സണലി അയച്ചു കൊടുത്ത് അപരാധം കാണിച്ചിടത്തേക്ക് നമ്മൾ ആരും ഇതിൽ തയ്യാറില്ല. നീ എന്താണെന്ന് വെച്ചാൽ കൊണ്ടാടിക്കൊണ്ട് പോ. ഇത് നാട്ടുകാർ കാണുന്ന ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ലൈവ് ഇട്ടാ പിന്നെ നിന്നെ എടുത്തു വെച്ച് പൂജിക്കുന്ന പടി കാട്ടവരായത്തനം കാണിച്ചിട്ട് മറ്റെടുത്ത് വർത്തമാനം പറയണം. അത്രയ്ക്കും അധപതിച്ചോടാ നീ. നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. നമ്മുടെയൊക്കെ നാട്ടിൽ ലൈവ് പോകുമ്പോൾ നമ്മളെ വിശേഷങ്ങളൊക്കെ പോയിട്ട് സംസാരിക്കും. നിന്റെ നാട്ടിൽ നേരെ തിരിച്ചാണല്ലേ. നാട്ടിനല്ല പ്രശ്നം, നിനക്കാണ് പ്രശ്നം. ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിട്ടിട്ടുള്ളത്. കാട്ടവരാതെ ഇനി ആസ്വദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കവാല നോക്കി പൊട്ടിക്കും. ആസ്വദിക്കാൻ പറ്റിയ സാധനം. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്തോ നീ കേട്ടിട്ട് പുതിയ പോലെ തന്നെ ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ. തങ്കം ചേട്ടനെ വിളിക്കുന്നത് പോലെയാണ് നാട്ടുകാരെ വന്നിട്ട് നമ്മൾ തെറി വിളിക്കുന്നത്. കട്ടവരായത്തനം കാണിക്കുന്നതും പോരാഞ്ഞിട്ട് തെറി വിളി വേറെ. നിങ്ങൾ ആരും രേണുവിനെ കുറ്റം പറയില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് പോരാടുന്ന ഒരു അമ്മയാണ് രേണു. ഏയ്, ഒരു പെണ്ണിനെ അങ്ങനെ നമ്മള് കണ്ണും പൂട്ടി കുറ്റം പറയരുത്. അവള് മോശക്കാരിയൊന്നുമല്ല. ആരെ കാണിക്കാനാ ഈ പ്രകടനം? എന്തോന്നടെ ഇതൊക്കെ കാണിക്കുന്നത്? എത്രയോ ഇടിമിന്നൽ വെറുതെ പാഴായി പോകുന്നുണ്ട്. ഒന്നോ രണ്ടോ ഇതിന്റെ ഏരിയയിലെങ്കിലും വീഴുന്നാൽ മതിയായിരുന്നു. വല്ലാത്തൊരു സംഭവം. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന നിക്കറില്ലാത്ത വിധവ. ഇനിയെങ്കിലും നന്നാവും നോക്കടാ ചേട്ടൻ. എന്നോട്